ഇന്നലെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമില്ല എന്ന് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയുണ്ടായി. റോയിയുടെ സഹോദരനെതിരെയും മാനേജ്മെൻറ്റ്, നമുക്കറിയാം റോയിയുടെ സഹോദരനാണ് ആദ്യം ഈ IT ഉദ്യോഗസ്ഥർ, ആദായനികുതി ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരികയും അവരുടെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് പറയുകയും മറ്റും ചെയ്തത്. അത് പക്ഷേ കമ്പനിയുടെ നിലപാടിന് വിരുദ്ധമാണ് എന്നാണ് MD ശ്രീ ജോസഫ് വിശദീകരിച്ചത്. വ്യക്തിപരമായി കടമുള്ള ആളല്ല, നിക്ഷേപകർ ആരും പണം പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം കമ്പനി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ അത് ശ്രദ്ധേയമായ വെളിപ്പെടുത്തലായി. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കിയില്ല എന്ന് പറയുന്നു. അവർ കമ്പനിയുടെ ശത്രുക്കളല്ല എന്ന് പറയുന്നു. ജോസഫിൻ്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോയ ശേഷം നവമിയിലേക്ക് പോകാം. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്, ഈ സഹോദരനല്ല കൂടെയുള്ളത്. ഇവിടെ കമ്പനിയിൽ 2 ചെയർമാനും മാനേജിങ് ഡയറക്ടറും ഉണ്ട്, അതുപോലെ ഇവിടെ ഡയറക്ടേഴ്സ് ഉണ്ട്, അവിടെയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം അന്ന് മീഡിയയിൽ അങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പം തന്നെ വാൺ ചെയ്തു അദ്ദേഹത്തോട്. വാൺ ചെയ്യുന്ന സെൻസ് ഞാൻ അഡ്വൈസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയരുത്, അത് ശരിയല്ല. ഒരു വ്യക്തിനെ കുറിച്ചോ മറ്റൊരെ കുറിച്ച് പറയുന്നത് ശരിയല്ല. നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവര് ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറാസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറാസ്റ്റ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല റോയ് സാറും ഞാൻ. ചെയർമാൻ മരിച്ചു, അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതൊരു പെട്ടെന്നുള്ള പ്രതികരണമാണ്, മനസ്സിലായില്ലേ? പലരും പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ. നമ്മൾക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സും ഇല്ല, ഒരു കാര്യമില്ല. അവർ തമ്മിലുള്ള ബന്ധം കാസ്നോവ എന്ന മൂവിയിലൂടെയുള്ള ഒരു ബന്ധമാണ്. ആന്റണി പെരുമ്പാവൂർ അതൊരു ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ. അത്ര ബോണ്ടിങ് ആണ് അവരുമായിട്ട്. ഇന്നലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD ശ്രീ ജോസഫ് വിശദീകരിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നും ജോസഫ് പറഞ്ഞു. അങ്ങനെ അധിക്ഷേപിക്കപ്പെടേണ്ട ഒരാളല്ല റോയ് എന്നാണ് ജോസഫ് പറഞ്ഞു വെച്ചത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇനി അറിയേണ്ടത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനമില്ല, കടമില്ല, നിക്ഷേപകർ പണം തിരികെ ചോദിച്ച പശ്ചാത്തലമില്ല. അങ്ങനെ ഒരു സമ്മർദ്ദവുമില്ലാതെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആത്മഹത്യക്ക് തയ്യാറായി എന്നുള്ളതാണ്. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് പ്രധാനമായ ഒരു സംശയമായി വ്യവസായ ലോകത്തുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ അന്വേഷണം ഇപ്പോൾ ഏത് വഴിക്കാണ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ MD നടത്തിയ പത്രസമ്മേളനം അത് പൂർണ്ണമായും ആദായ നികുതി വകുപ്പിനെ വെള്ളപൂശുന്ന തരത്തിൽ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ബംഗളൂരുവിലെ ഓഫീസിൽ നടക്കുന്നതിനിടയിലാണ് സ്വയം വെടിവെച്ച റോയ് ആത്മഹത്യ ചെയ്തത്. അങ്ങനെ എന്തിന് റോയ് ചെയ്യണമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. MD ഇന്നലെ പറയുന്നതനുസരിച്ച് ഈ ആദായ നികുതി വകുപ്പിന്റെ യാതൊരുവിധ സമ്മർദ്ദവും റോയ്ക്ക് മേലുണ്ടായില്ല. ഇത് സാധാരണ പോലെ ഇതിനു മുൻപ് വർഷങ്ങളിൽ നടന്നതുപോലുള്ള ഒരു പരിശോധന മാത്രമായിരുന്നു. ഹൈക്കോടതിയിലടക്കം നേരത്തെ റോയ് ഒരു ഹർജിയുമായി സമീപിച്ചിരുന്നു. ഈ IT-യുടെ സമ്മർദ്ദം അല്ലെങ്കിൽ IT-യുടെ പരിശോധന അവസാനിപ്പിക്കണമെന്നും അത് പിന്നീട് അത് ശരിയല്ല എന്ന് തോന്നി സ്വയം അത് പിൻവലിക്കുകയും ചെയ്തു. ആ സമയത്തൊക്കെ താൻ ഒപ്പമുണ്ടായിരുന്നു. 20 വർഷമായി റോയ്ക്കൊപ്പമുള്ള ആളാണ് താൻ. അങ്ങനെ റോയ് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് MD വിശദീകരിക്കുന്നത്. പക്ഷെ അതിലിപ്പോഴും ചില പൊരുത്തക്കേടുകളുണ്ട്. പിന്നെ എന്തിനാണ് റോയ് ആത്മഹത്യ ചെയ്തത്? ഈ ആദായനികുതി വകുപ്പിന്റെ പരിശോധനയിൽ യാതൊരുവിധ സമ്മർദ്ദവുമില്ല, കുടുംബപരമായി യാതൊരു പ്രശ്നവുമില്ല, ഭാര്യയും മക്കളുമായി വലിയ സന്തോഷത്തിൽ തന്നെയാണ് റോയ് താമസിക്കുന്നത്. ഇടപാടുകാർ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളില്ല, കടമില്ല. പക്ഷേ റോയ് മരിച്ചത് എന്തിനാണെന്ന് അറിയില്ല. അത് ഇത്രയും വർഷമായി ഒപ്പം നടക്കുന്ന വിശ്വസ്തനായിട്ടുള്ള ഒരു MD പറയുന്നത് റോയ്ക്ക് മറ്റ് ബാധ്യതകളോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിലിപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും IT ഉദ്യോഗസ്ഥരെ പിണക്കാൻ കഴിയാത്തൊരു നിലയിലാണ് ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരെ വെള്ളപൂശുന്ന തരത്തിലുള്ളൊരു പത്രസമ്മേളനം ഇന്നലെ നടത്തി. ഒപ്പം SIT-യിലെ ചില ആളുകൾ അവിടെ പത്രസമ്മേളനത്തിൽ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും വിട്ടു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, സഹോദരൻ ആദ്യം നടത്തിയ പരാമർശം, അതായത് CJ റോയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു, IT-യുടെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് CJ റോയ് തനിക്ക് സന്ദേശം അയച്ചിരുന്നു എന്ന മകന്റെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് MD. അത് മകനല്ല, സഹോദരൻ
സഹോദരൻ അങ്ങനെ അത് അറിയാതെ പറഞ്ഞതാണ്, പിന്നീട് താൻ അദ്ദേഹത്തെ തിരുത്തുകയും ചെയ്തു എന്ന രീതിയിലായിരുന്നു ഇന്നലെ MD പത്രസമ്മേളനം നടത്തിയത്. പക്ഷേ എന്തിനാണ് ഈ CJ റോയ് ആത്മഹത്യ ചെയ്തത് അത് ആർക്കും അറിയില്ല. SIT അതിൻ്റെ അന്വേഷണം നടത്തുകയാണ്. ഉടനെ തന്നെ കുടുംബത്തെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണം. അവർ ചില സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനസികമായി വലിയ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്ന് കുടുംബം പറഞ്ഞതിനാൽ അവർക്ക് അല്പം സമയം നൽകിയിട്ടുണ്ട്. പക്ഷേ റോയിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് അടക്കം, ഒപ്പം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില നിക്ഷേപങ്ങൾ, ഇതിൻ്റെ തെളിവുകളടക്കം രേഖകളടക്കം ഹാജരാക്കുവാനാണ് SIT കുടുംബത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ TJ ജോസഫിൻ്റെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് റോയിക്ക് യാതൊരുവിധ സമ്മർദ്ദവും ഉണ്ടായില്ല, കമ്പനി ലാഭത്തിൽ തന്നെയാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് റോയി അങ്ങനെ പെട്ടെന്ന് ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ചെയർമാൻ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ തന്നെ ചെയർമാൻ, പിന്നെ എന്തിന് ആത്മഹത്യ ചെയ്യണം എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരളത്തിലടക്കം അന്വേഷണം SIT സംഘം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.